നിറഞ്ഞ് കാശ് നിൽക്കുന്ന അരിമുളകും തൈയാണ്. നേന്ത്രവാഴത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പപ്പായ ഉണ്ട് നിറയെ. ഇതിൽ നിന്നും കായ പറിച്ച് ബജ്ജി ഉണ്ടാക്കാനാണ് പോകുന്നത്. കവുങ്ങുകളുടെ ഇടയിലാണ് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. കായ ബജ്ജി ചുട്ടെടുക്കുന്നതിനായിട്ട് ചെനച്ച നേന്ത്രക്കായാണ് വേണ്ടത്, ഒരുവിധം മൂത്തത്. നല്ല ഹൈറ്റിൽ വളരുന്ന ആറ്റു നേന്ത്രനാണ് ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. നിറച്ച് പുല്ലാണ് വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൂടെ പോയി ഇത് പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് നല്ല കഷ്ടമുള്ള പണിയാണ്. എന്തായാലും ഞാൻ ചെനച്ച ഒരു നേന്ത്രക്കായ തിരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ചെനച്ച നേന്ത്രക്കായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എനിക്ക് പറിച്ചെടുക്കണം. വാഴയുടെ അടിഭാഗത്തൊരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ വാഴ ഇങ്ങനെ വീഴും. കേടൊന്നും വരാതെ നമുക്ക് ഈ കൊല വെട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു ചീർപ്പാണ് ഞാൻ ബജ്ജി ഉണ്ടാക്കുന്നതിനായിട്ട് എടുക്കുന്നത്. കൊളസ്ട്രോളൊക്കെ കുറയാൻ ഇങ്ങനെ അരിമുളക് നമുക്ക് കൃഷി ചെയ്യുന്നത് നന്നായിരിക്കും. ഉപ്പേരികളിലും കറികളിലുമൊക്കെ നമുക്ക് ഈ അരിമുളക് ഇട്ട് കൊടുക്കാം. അധികമാവരുത്, കുടലിൽ പുണ്ണ് വരും. ഞാൻ 2 കായ വെച്ചാണ് ഇന്ന് ബജ്ജി ഉണ്ടാക്കുന്നത്. നമുക്കത് അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്യും. അത് നമുക്ക് സാമ്പാറിലോ മറ്റ് കഷ്ണങ്ങളിലോ ചേർക്കാം. ഇത്ര നീളമേ പാടൂ ബജ്ജി. ഒരുപാട് നീളം വരുമ്പോൾ എണ്ണ കൂടുതൽ അത് കുടിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഏകദേശം നമുക്ക് ഒതുങ്ങുന്ന ഒരു നീളം ആദ്യം നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റി തോലോടുകൂടി നമുക്കിത് നൈസാക്കി അരിഞ്ഞെടുക്കാം. വാലും തലയൊക്കെ കളഞ്ഞ ശേഷം ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ നിർത്തി നൈസാക്കി അരിഞ്ഞെടുക്കാം. ഈ തോലോട് കൂടി വേണം അരിഞ്ഞെടുക്കാൻ. കായയുടെ പുറന്തോട് ഞാൻ ഇതുപോലെ ചെത്തി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബജ്ജിയിലേക്ക് ചേർക്കണ്ട, ഏറ്റവും പുറം ഭാഗം. ഇതിൽ ഒരുപാട് തോലുണ്ട്. അപ്പോൾ 2 കായയുടെ ഈ 2 സൈഡും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവിയലിലേക്കോ സാമ്പാറിലേക്കോ മാറ്റി കൊടുക്കാം. കായ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു മരത്തിൻ്റെ ഒരു മുട്ടിയുണ്ട് എനിക്ക്. ഈ മുട്ടിയിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ നൈസാക്കി എടുത്തിട്ടുള്ളത്. ആധുനിക ഉപകരണങ്ങളിലൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നൈസാക്കി അരിഞ്ഞെടുത്ത നേന്ത്രക്കായ. സാധാരണ ബജ്ജിക്ക് ബജ്ജിക്കായ പറഞ്ഞിട്ടൊരു വാഴയ്ക്കുണ്ട്, എൻ്റെ തൊടിയിലതുണ്ട്. ഞാൻ അതല്ല ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്, നേന്ത്രക്കായാണ്. അത് വെച്ചും ഉണ്ടാക്കാം. അത് വെച്ചുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ 2 കായ കൊണ്ട് അരിഞ്ഞെടുത്ത ഇത്രയും കഷ്ണങ്ങളെയും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലിടുന്നത് ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയാണ്. നല്ല നൈസാണ് സംഭവം. ഒടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പതുക്കെ വേണം ഇതിങ്ങനെ കഴുകുമ്പോഴൊക്കെ നമുക്ക് പതുക്കെ വേണം ഇങ്ങനെ തൊട്ട് കൊടുക്കാനൊക്കെ. ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് നല്ലപോലെ കഴുകി ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മുഴുവൻ കായയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ കറയൊക്കെ പോയിപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് എടുക്കാം. ഞാനിപ്പോൾ അരമണിക്കൂറോളം ഇത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട്. ഇത് ഞാൻ അപ്പക്കാരം കൂട്ടുന്നില്ല. അപ്പക്കാരം കൂട്ടുന്ന പലഹാരങ്ങളൊക്കെ നമ്മുടെ വയറിന് ഭയങ്കര ദോഷമാണ്. ഞാനൊരു നുള്ളും അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂണ് അളവിൽ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഈ മാവ് ഈ ബജ്ജി വാഴയ്ക്ക മുക്കാൽ ഭാഗത്തിന് പാകാവും. ചുടുന്ന സമയത്താണ് ഞാൻ ഈ
അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ബജി ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അലുമിനിയം ചീനച്ചട്ടിയിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ചീനച്ചട്ടിയാണ്. പക്ഷേ ഇതിൽ പാചകം ചെയ്താൽ സൂപ്പറാണ്. ഒരുപാട് കാലം ഉപയോഗിച്ച ഒരു ചട്ടി. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കുന്നത്. വേഗം ആയി കിട്ടും, മരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം മാവ് ഇവിടെ റെഡിയാക്കി വെക്കുക, കായ ഇവിടെ റെഡിയാക്കി വെക്കുക, കുറച്ച് വെള്ളം, ഈ മഞ്ഞപ്പൊടി വെള്ളം തന്നെ ഇവിടെ വെക്കുക, പിന്നെ ഒരു തുണിയും ഇവിടെ വെക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബജിയും മുക്കി അതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാവാവും. അപ്പോൾ ഇവിടെ കഴുകുക, ഇവിടെ തുടയ്ക്കുക. അതിന് ശേഷം ഇത് വാങ്ങി വെക്കാനുള്ള ഒരു പ്ലേറ്റും ഒരു ഓട്ടയുള്ള ചട്ടുകം കൂടി റെഡിയാക്കിയിട്ട് വേണം എണ്ണ അടുപ്പത്ത് വെക്കാൻ. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കായ അതിലിങ്ങനെ മുക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. അപ്പക്കാരമൊന്നും ഇല്ലാതെ തന്നെ ഇത് പൊന്തി വന്നിട്ടുണ്ട്. കാരണം ഇതിൽ ചേർത്തുന്ന ഗോതമ്പ് പൊടിയാണ് ഇത് പൊങ്ങാനുള്ള കാരണം. വെള്ളം തട്ടാൻ പാടില്ല. വെള്ളം തട്ടുമ്പോൾ അതിനൊരു പൊട്ടൽ വരും. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഈ മാവ് എത്ര സമയം വെക്കുന്നുവോ അത്രയും ഇത് പൊങ്ങി വരും. നല്ല പോലെ രണ്ട് വശവും വേവണം, എന്നാലേ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം. എണ്ണ നല്ലോണം ചൂടായില്ലെങ്കിൽ നമുക്കിത് പൊന്തി വരില്ല, മാത്രമല്ല അത് വേവുമില്ല. അപ്പോൾ എണ്ണ നല്ലോണം പൊന്താൻ ശ്രദ്ധിക്കണം. എണ്ണ നല്ലോണം ചൂടായി വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അടിഭാഗം നല്ലപോലെ വെന്ത ശേഷം നമുക്കിത് മറിച്ചിട്ടാൽ മതിയാവും. ഇങ്ങനെ എണ്ണ ഇങ്ങനെ മേലെ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും പൊള്ളി വരും. പൂരി അഥവാ പൂരി ഉണ്ടാക്കുന്ന പോലെ നല്ല പോലെ വേവണം. കാരണം അതിൻ്റെ ഉള്ളിലത്തെ കായ കൂടി വെന്ത് കിട്ടാറുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാരണം കായം ചേർത്തുകൊണ്ട് കായത്തിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട്. എണ്ണച്ചട്ടി ആയതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇത് കോരിയെടുക്കുമ്പോൾ നമുക്ക് തീ താത്തി കൊടുക്കണം. 2 കായ കൊണ്ട് 12 ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ച് മാവ് ബാക്കിയുണ്ടാവും. അത് കുറച്ചും കൂടി കടലമാവും ചെറിയുള്ളിയും അരിപ്പൊടിയൊക്കെ കൂട്ടിക്കുഴച്ച് പൊക്കവടയായിട്ട് ചുട്ടെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ 2 കായ കൂടി കൂടുതലെടുത്ത് ചുട്ടെടുക്കാനും പറ്റും. എന്തായാലും എനിക്കധികം മാവൊന്നും ബാക്കി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ബജ്ജി, നേന്ത്രക്കായ ബജ്ജി തിന്നാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡും ഈ കായയുടെ ഈ ഒരു പച്ച നാര് അത് മാത്രം കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേ ഒരു മിശ്രിതത്തിൽ തന്നെ നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാം, വഴുതിനങ്ങ ബജ്ജി ഉണ്ടാക്കാം. എല്ലാ തരത്തിലുള്ള ബജ്ജിക്കും ഇതേ മിശ്രിതമാണ് ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.